ഇതേ ആ VP-യുടെ മോളുടെ കുത്തിത്തിരിപ്പ. എന്തൊരു കണ്ണുകടിയാണെന്ന് നോക്കണേ. അതെ, ഇനി ഇപ്പൊ ആരെയും വിളിച്ചില്ലേലും വേണ്ടില്ല. ചടങ്ങ് ചടങ്ങായിട്ട് തന്നെ നടത്തണം നമുക്ക്. സത്യം പറയാലോ, ഇത്ര പെട്ടെന്ന് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. തന്റെ കാര്യം അങ്ങനെ തന്നെ ആവോന്നറിയാം. ശരിക്കും ഞെട്ടിയില്ലേ? ഏയ്, വാട്ട് ഹാപ്പൻഡ്? എന്താകെ ഡള്ളായി നിൽക്കുന്നേ? ഒന്നുമില്ല. ഹേയ്, അത് വെറുതെ. എന്തോ കാര്യമുണ്ട്, പറയടോ. ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനൊക്കെ വേണമായിരുന്നു അരുൺ. ഉടനെ ഇങ്ങനൊരു എൻഗേജ്മെന്റ് നടത്തി ആരെ ബോധിപ്പിക്കണമായിരുന്നു? നമ്മുടെ അളിയൻസിന്റെ ഒരു ലൈൻ അങ്ങനെയാ. എന്തേലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ പിന്നെ എല്ലാം കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ടാവും. ലൈഫിലും പ്രൊഫഷണലിലും ഒക്കെ പുള്ളിക്കാരന്റെ സക്സസിന്റെ സീക്രട്ടും അതാ. ഇതിപ്പോ നമ്മുടെ ഒരു റിക്വസ്റ്റ് പരിഗണിച്ച പുള്ളി മാരേജ് കോഴ്സ് കഴിഞ്ഞിട്ട് മതിയെന്ന് വെച്ചത്. അല്ലെങ്കിൽ രണ്ടിനെയും കൈയോടെ പിടിച്ച് കെട്ടിച്ചിട്ടേ ആള് ദുബായിക്ക് വിടുമായിരുന്നുള്ളൂ. പിന്നെ ആരെ ബോധിപ്പിക്കാനാണെന്ന് മാളവിക ചോദിച്ചില്ലേ? അങ്ങനെയും ചില ഉദ്ദേശം ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കോളൂ. എന്നുവെച്ചാ എന്ത് വന്നാലും നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് തന്റെ ഫ്രണ്ട് എന്നെ ചലഞ്ച് ചെയ്തതല്ലേ? ആ പന്തയത്തില് തന്റെ കൂട്ടുകാരി ജയിക്കാൻ പോകുന്നില്ലെന്ന് തുടക്കത്തിലെ ഒന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഓ, അപ്പൊ അപ്പൂനോടുള്ള വാശിക്കാണ് അരുണും ഇതിന് കൂട്ടുനിന്നത് അല്ലേ? ഒരു പരിധിവരെ അങ്ങനൊരു വാശി എനിക്കും ഉണ്ടായിരുന്നു. ആ, എപ്പോഴും തന്റെ ഫ്രണ്ട് മാത്രം ജയിച്ചാ പോരല്ലോ. എന്നെ കുറിച്ച് എന്തൊക്കെ നുണ അവൾ എല്ലാവരോടും പറഞ്ഞു പരത്തിയത്. എന്തായിരുന്നു അതിന്റെയൊക്കെ ആവശ്യം? എന്നിട്ടത് ചോദിക്കാൻ ചെന്നപ്പോ ഒരുമാതിരി ചീപ്പ് ഷൈനിങ്ങും വെല്ലുവിളിയും. എന്താ ഈ വാശിയും വൈരാഗ്യമൊക്കെ തന്റെ ഫ്രണ്ടിന് മാത്രമേ ആകാവുന്നുണ്ടോ? പിന്നെ ഒരു കാര്യത്തില് തന്റെ കൂട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്. അന്ന് അവള് കോളേജില് അങ്ങനെ ഒരു ഷോ സ്പോൺസർ ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ കാര്യത്തിൽ ഇത്ര പെട്ടെന്നൊരു സെറ്റിൽമെന്റ് ഉണ്ടായത്. അതിന്റെ ഉപകാരസ്മരണയ്ക്ക് വേണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് അപൂർവ വിജയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കാന്ന് പറ. അത്രയ്ക്ക് ഓവർ കോൺഫിഡൻസ് വേണോ അരുൺ? പന്തയം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ലാസ്റ്റ് ലാപ്പിലും ഓടി ജയിച്ചവരുണ്ടല്ലോ. എന്നുവെച്ചാ അപൂർവയ്ക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്നല്ലേ? തന്റെ കയ്യടിയും പ്രോത്സാഹനവും ഫ്രണ്ടിന് വേണ്ടി ആകുമെന്നറിയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ജയിച്ച് കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എനിക്കറിയാം. സത്യമല്ലേ? ഞാൻ പോകുന്നു. മാളവിക, ഒരു മിനിറ്റ്. തന്റെ ഫ്രണ്ടിനോട് മിണ്ടരുത് കാണരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പഴയതുപോലെ ഏത് നേരം അവളുടെ വാലിൽ തൂങ്ങി നടക്കാനോ നിൽക്കണ്ട. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. നമുക്കും അല്പം പ്രൈവസി ഒക്കെ വേണമല്ലോ. പിന്നെ താൻ പറഞ്ഞ ശരിയാ. ലാസ്റ്റ് ലാപ്പിൽ ഓടി ജയിക്കാൻ അപൂർവ മാക്സിമം ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. തോൽക്കാതിരിക്കാൻ ഞാനും മാക്സിമം ശ്രമിക്കും. കയ്യടി കൂട്ടുകാരിക്ക് കൊടുത്തോ. തന്റെ പ്രാർത്ഥന മതി എനിക്ക്. ആന്റി, ആ വാ മോളെ, എന്തൊക്കെയുണ്ട് കല്യാണ പെണ്ണിന്റെ വിശേഷങ്ങൾ? എവിടം വരെയായി എൻഗേജ്മെന്റ് ഒരുക്കങ്ങൾ? ആന്റി എന്നെ കളിയാക്കുവാണോ? ഏയ്, കളിയാക്കുന്നോ? എന്താ മോളെ നീ പറയുന്നേ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. അശ്വതിയെ കാണാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അവിടുത്തെ തിരക്കറിയാവുന്നതുകൊണ്ടൊന്ന് മടിച്ചതാ. ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ എടുത്തോ? റിലേറ്റീവ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തോ? ഞാനതൊന്നും അന്വേഷിക്കുന്നില്ല ആന്റി. എല്ലാവരും കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അവിടെ. എന്തു പറ്റി? എന്താ മോക്കൊരു വിഷമം പോലെ? ഇപ്പൊ ഇങ്ങനൊരു ചടങ്ങിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞത് ആന്റി.
ആരും ഞാൻ പറയുന്നത് കാര്യമായിട്ട് എടുക്കുന്നതേയില്ല. മുത്തശ്ശി അച്ഛനും കൂടി എല്ലാം തീരുമാനിക്കുന്നു. അമ്മയും ഞാനും അതനുസരിക്കുന്നു. അതാ ഇപ്പൊ അവിടെ നടക്കുന്നത്. അതെന്താ എൻഗേജ്മെന്റ് നടത്തണ്ടെന്ന് മോള് പറഞ്ഞത്? അതൊക്കെ വേണ്ട കാര്യങ്ങളല്ലേ മാളൂസേ? എന്താ മോളുടെ വിഷമം? ആന്റിയോട് പറയുന്നേ. ഒന്നുമില്ല. അപ്പു എവിടെ ആന്റി? അവള് റൂമിലുണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. മാളു, ഞാൻ ചോദിച്ചതിന് മോള് മറുപടിയൊന്നും പറഞ്ഞില്ല. പോട്ടെ, ഇനി അത് ചോദിച്ച് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ. അപ്പൂന് എന്താ പറ്റിയത് മോളെ? അവളോടാവും പോലെയൊക്കെ ഞാൻ ചോദിച്ചു നോക്കി. ഞാൻ മാത്രമല്ല, അങ്കിളും. പക്ഷെ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല അവള്. അവളുടെ സ്വഭാവം അറിയാന്നുള്ളതുകൊണ്ട് കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല. ഇനി അതിന്റെ പേരിൽ വഴക്കും ഇറങ്ങിപ്പോകലൊന്നും വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഒരു കാര്യം ഉറപ്പാ മാളു, അവക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. കോളേജിലുണ്ടായ സംഭവത്തിന് ശേഷം അവൾ ആകെ മാറിയിരിക്കുന്നു. എന്താ അവക്ക് പറ്റിയതെന്ന് എനിക്കും വിപിക്കും എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവളായിട്ടൊന്നും ഞങ്ങളോട് പറയുന്നുമില്ല. മോൾക്കറിയാലോ എങ്ങനെയാ ഞങ്ങൾ അവളോട് പെരുമാറുന്നതെന്ന്. എല്ലാ ഫ്രീഡവും അപ്പൂന് ഇവിടെ ഉണ്ട്. അവൾ എന്താഗ്രഹിക്കുന്നോ അതൊക്കെ അപ്പപ്പ സാധിച്ചു കൊടുക്കാറുമുണ്ട്. അക്കാര്യത്തില് എന്നെക്കാൾ നിർബന്ധം വീപ്പിക്ക. എന്നിട്ടും അവളെന്താ ഇങ്ങനെ മാളു? അപ്പൂവിന്റെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് മോക്കറിയാതിരിക്കില്ലല്ലോ. എന്തുണ്ടെങ്കിലും അവള് നിന്നോട് ഷെയർ ചെയ്യാതിരിക്കില്ലല്ലോ. ആന്റി, അത് മോക്ക് ഒന്നും അറിയില്ല എന്ന് മാത്രം പറയരുത്. അത് ഞാൻ വിശ്വസിക്കില്ല. പ്ലീസ് മാളു, ആന്റി പറഞ്ഞില്ലേ, ഒരു പരിധിക്കപ്പുറം അപ്പൂനെ നിർബന്ധിക്കാനും ചോദ്യം ചെയ്യാനും ഞങ്ങൾക്ക് പറ്റില്ല. മോളോടാവുമ്പോ ആന്റിക്ക് ധൈര്യമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാമല്ലോ. അതുകൊണ്ടാ. അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ മാളു. അതുകൊണ്ട് മോള് മടിക്കണ്ട. എന്താണെങ്കിലും ആന്റിയോട് തുറന്നു പറഞ്ഞോളൂ. മോളായത് പറഞ്ഞതെന്ന് ഞാനോ വിപിയോ ഒരിക്കലും അപ്പൂനോട് പറയുകയില്ല. അവൾക്ക് ദോഷം വരുന്ന ഒന്നും മോൾ ആഗ്രഹിക്കുകയോ ചെയ്യുകയില്ലെന്ന് ആന്റിക്കറിയാം. അവളെ പഴയ അപ്പോയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിനു വേണ്ടിയല്ലേ ആന്റി ചോദിക്കുന്നത്? പറയുന്നേ, എന്താ അവളുടെ ശരിക്കുള്ള പ്രശ്നം? ഇനി അപ്പൂന് വല്ല ലവ് ഫെയിലിയർ ഉണ്ടോ? അതോ അതുപോലെ മറ്റെന്തെങ്കിലും പ്രോബ്ലം? എന്തായാലും മോള് ധൈര്യമായിട്ട് ആന്റിയോട് പറ. മാളു, വാ.